അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. നമ്മൾ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ പുതിയ ബോട്ടിൽസിലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ബോട്ടിൽ വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക നമ്മൾ കഴുകുമ്പോൾ തന്നെ ക്രാക്ക് വീഴൂലേ. അപ്പോൾ അങ്ങനെയൊന്നും ആകാതിരിക്കാൻ നല്ലൊരു രീതിയിൽ കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഊരിയിട്ട് ഒരു ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. വാഷ് ബേസിനിൽ ഇതിലല്ല നമ്മൾ കഴുകേണ്ടത്, ഇതിലും അല്ല കേട്ടോ കഴുകേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ ഭയങ്കര ക്രാക്കാകാനുള്ള എല്ലാ ഇതും ഉണ്ട് ഈ രണ്ടിലും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നല്ലൊരു ജോർജറ്റ് തുണി അല്ലെങ്കിൽ മെറ്റീരിയൽ പല രീതിയിലുണ്ട്. കോട്ടൻ്റെ അല്ലാതെ പിന്നെ എന്താ പറയുക ജോർജറ്റ് അങ്ങനത്തെ പോളിസ്റ്ററൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഉണ്ടെങ്കിൽ സിൽക്കി തുണിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് കഴുകിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ബോട്ടിലും നല്ല വൃത്തിക്ക് തന്നെ ഞാനിവിടെ തേച്ച് കഴുകിയെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ ബോട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ തേച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു നല്ല ഫൈബർ ക്വാളിറ്റിയാണ്, നല്ലൊരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നൈലോൺ പ്ലാസ്റ്റിക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു വകയിൽ പെട്ടതാണ് ഈ ഒരു ബോട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് തരം ബോട്ടിലായാലും നന്നായിട്ട് വൃത്തിയാക്കുന്നത് നമ്മളതാണ്. അപ്പോൾ എല്ലാതും ഞാൻ മുഴുവനായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ക്രാക്കും വീഴാതെ നല്ല രീതിയിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്തില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ കഴുകിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം പുതിയ പുതിയ ബോട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ക്രാക്ക് വീഴാതെ കഴുകിയെടുത്താൽ കുറേ ദിവസം യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്തുള്ള ബോട്ടിലുകളൊക്കെ ഇതേ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് എൻ്റെ ഇതൊക്കെ ഇപ്പോഴാണ് പഴകിയത്, ഒന്ന് നിറമൊക്കെ പോയി കിട്ടിയത്. അപ്പോൾ ഇത്രയും കാലം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും കഴുകിയെടുക്കാൻ നോക്കുക. അപ്പോൾ എല്ലാതും നല്ല ഗ്ലേസിങ് ആയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ എല്ലാതും എത്രത്തോളം ഗ്ലേസിങ് ഉണ്ടെന്ന്. ആ ഒരു രീതിയിൽ എല്ലാതും നന്നായിട്ട് കഴുകിയെടുക്കുക. പ്രത്യേകിച്ച് റഫായിട്ടുള്ള സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഇനി എല്ലാതും ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് നന്നായിട്ട് വെള്ളം വാർന്ന ശേഷം നമുക്ക് ഇതൊന്ന് കോട്ടൺ തുണിയും കൂടി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ തുടച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വെയിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു വെയിലില്ലാത്ത സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് കോട്ടൺ തുണിയിൽ തുടച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ സ്റ്റോർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്ത് സാധനവും നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചാൽ നമുക്ക് മനസ്സ് നിറയെ സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വരണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടോ. അപ്പോൾ എന്താ പറയുക വീഡിയോ ചെയ്തിട്ട് അതിൽ എത്ര നോക്കിയിട്ട് തമ്പനയിൽ കറക്റ്റ് ആണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് ഓടിയെത്തിയത് എന്തായാലും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നത് ഇതൊരു അറിയാത്തവർക്ക് ഒരു അറിവും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊന്ന് നിങ്ങളും ചെയ്തു നോക്കാം. ഇന്നലെ ഞാൻ എത്രയോ തമ്പനയിൽ മാറ്റിയിട്ട് തമ്പനയിൽ വന്നില്ല. അപ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരിക്കുമല്ലോ എന്താ ഈ ഒരു തമ്പനയിൽ കാണാത്തത്, വ്യൂസ് വരാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ വിചാരിക്കുമല്ലോ. അപ്പോൾ അതൊന്നുമല്ല. എന്താ കംപ്ലൈൻറ്റ് ഇനിയിപ്പോൾ ഈ വീഡിയോ ഇടുന്നുണ്ട് ഇതിൽ എന്താ മിസ്റ്റേക്ക് എന്നൊന്നും അറിയില്ല. എൻ്റെ വീഡിയോക്ക് ഇന്നലെ മുതൽ തമ്പനയിൽ കറക്റ്റ് ആണില്ല കേട്ടോ. എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ കുറേ ട്രൈ ചെയ്തു. വണ്ടർ നമുക്കറിയാം, നമ്മളെ യൂട്യൂബറായ വണ്ടർ ദ വേൾഡ് അവൾ, പിന്നെ റിന്യൂസ് ബാഗ്സ് അവരുടെ അടുത്തൊക്കെ ഇന്നലെ ഒരേ ചോദ്യം, പിന്നെ നൗഷി അവരൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ എന്നെ ഒരുപാട് സഹായിച്ചു. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്താ പറയുന്നത്, രാത്രി എത്ര മണിയെന്ന് അറിയില്ല 11:30 വരെ ഞാനും വണ്ടറൊക്കെ സംസാരിച്ചു ഈ ഒരു തമ്പനയിലെ കാര്യത്തിനൊക്കെ ആയിട്ട്. പിന്നെ ഇത്രയും നേരം കഴിഞ്ഞിട്ട് പിന്നെ അവർ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വിളിക്കുക രാവിലെ പറഞ്ഞിട്ട്, അപ്പോഴും രാവിലെയും പിന്നെ അവൾ നല്ല ഹെൽപ്പ് ചെയ്തിട്ടോ. അപ്പോഴും ഒരുപാട് മൂന്നാളും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തു. എന്നിട്ടും ഇന്നലത്തെ വീഡിയോസിന് പിന്നെ വ്യൂസ് വരാത്തതുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും, വ്യൂസ് വരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്തത്. നന്നല്ല കേട്ടോ. എനിക്ക് എന്തോ ഒരു പ്രോബ്ലം യൂട്യൂബിൽ തന്നെ പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതെന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.